ഹായ് ഹലോ. അപ്പോൾ ഇതേ ഒരു വെണ്ടയ്ക്കാക്കറി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ ഒരു കറിയും മോരും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ചോറുണ്ണാൻ കേട്ടോ. നമ്മളുടെ തവ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നമ്മൾ പൊട്ടിക്കാൻ ഇട്ടതിന് ശേഷം വേറെ എങ്ങോട്ടും പോകില്ല കേട്ടോ. നമ്മൾ വേറെ കാര്യത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മുടെ കടുക് ആകെ മൊത്തം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ കറിയുടെ ടേസ്റ്റ് ആകെ മൊത്തം അങ്ങ് മാറിപ്പോകും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് സവോളയുള്ളിയും പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ വെണ്ടയ്ക്ക. ഇതൊക്കെ നമ്മൾ ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ചിലതങ്ങ് വെന്ത് പോവും, ചിലത് വേവാതെ കിടക്കും. നമ്മളുടെ കറി ആകെപ്പാടെ കുഴഞ്ഞ് മറിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഒരേ സൈസിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഒറ്റ ആവിക്ക് തന്നെ എന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റൊന്നും വേണ്ട, ഒരു 3 മിനിറ്റൊക്കെ നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മളുടെ വെണ്ടയ്ക്കയൊക്കെ നല്ല വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഒരു തെന്നൽ പോലെ ഉണ്ടല്ലോ, അതങ്ങ് മാറിക്കിട്ടും. നമ്മൾ അങ്ങനെ വെന്തുടഞ്ഞൊന്നും പോവില്ല. ഞാൻ കൂടുതലും ഈ വെജിറ്റബിൾസിലൊന്നും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് കേട്ടോ എണ്ണയിൽ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കറിയൊന്നും അങ്ങനെ കുഴഞ്ഞ് അങ്ങനെയൊന്നും പോവില്ല. മെഴുക്കുവരട്ടി ആണെങ്കിലും തോരനാണെങ്കിലും കുഴഞ്ഞു പോവില്ല. ഈ വെജിറ്റബിൾസിൽ തന്നെ ഉണ്ടാവുമല്ലോ കുറച്ച് വെള്ളവും കാര്യങ്ങളും ഒക്കെ. അപ്പോഴത്തേക്ക് നമ്മളുടെ വെണ്ടയ്ക്ക വെന്തു, അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറിക്കിട്ടി. എന്നിട്ട് നമ്മൾ അതിലേക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു, മീറ്റ് മസാല, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. വേണേൽ ചിക്കൻ മസാല ഇടാം കേട്ടോ. ഇത് മമ്മിയുടെ സ്പെഷ്യൽ കൂട്ടാണ് ഗരം മസാല കേട്ടോ. ഇതിൻ്റെ മണവും ഒരു ഫ്ലേവറും ഇതിടുമ്പോൾ കറിയുടെ ടേസ്റ്റും ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് മമ്മി ഗരം മസാല ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ ആ ഗരം മസാല ഇടുമ്പോൾ. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട 2-ാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിപ്പം വെണ്ടയ്ക്കാക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടയിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കിട്ടുമല്ലോ, അത് മേടിച്ചാലും മതി കേട്ടോ. പിന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കിക്കോ. കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മൾ വീട്ടിൽ തേങ്ങാ ചിരകി പാലെടുക്കുന്നതിന്. അപ്പോഴത്തേക്ക് ഞാൻ തുറന്നിട്ട് തന്നെയാണ് കേട്ടോ 2-ാം പാലിൽ കിടന്ന് അതൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനുണ്ടോയെന്ന്. അപ്പോൾ അതൊന്ന് വെന്ത് കുറുകി വന്നപ്പോഴത്തേക്ക് നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി 1-ാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടച്ചു വെക്കുകയോ തിളയ്ക്കുകയോ ഒന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇങ്ങനെ എടുത്താൽ മാത്രം മതി കേട്ടോ. ചൂടാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആവി പറക്കുന്ന ഒരു പാകം. ആവി പറക്കുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നിങ്ങൾക്ക് ഇതിനകത്തിൽ കടുക് സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിരുന്നല്ലോ. ഇനി നിങ്ങൾക്കിതിനകത്ത് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിടണമെന്നുണ്ടെങ്കിൽ, ചെറിയ ഉള്ളി ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ഓൾറെഡി തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചല്ലോ. അപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു നമ്മളുടെ 1-ാം പാൽ ചേർത്തപ്പം. ആ ഉപ്പൂടെ ചേർത്ത് ഒന്ന് ആവി പറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. പൊതുവേ ഞാൻ വെക്കുന്ന കറി ആയതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ റെസിപ്പീസ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.